പാകിസ്ഥാനുള്ളിൽ വൻ പടയൊരുക്കമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ പടയൊരുക്കം ഇന്ത്യക്കെതിരെയല്ല, മറിച്ച് പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹത്തിൻ്റെ പടയൊരുക്കങ്ങളാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ബലൂജ് മേഖല ഒന്നടങ്കം ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് പോരാളികൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ്. മണിക്കൂറുകളായി കനത്ത പോരാട്ടമാണ് ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യവും BLA ആർമിയും തമ്മിൽ നടക്കുന്നത് എന്ന വിവരം പുറത്തു വരികയാണ്. മംഗോച്ചാർ ജില്ല, ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന മംഗോച്ചാർ ജില്ല പൂർണ്ണമായും BLA പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബലൂജ് മേഖലയിലെ മറ്റു പല പ്രദേശങ്ങളും ഇതിനകം തന്നെ BLAയുടെ നിയന്ത്രണത്തിലാണ്. കത്വ കറാച്ചി ദേശീയപാതയ്ക്ക് ഇരുവശവുമുള്ള നിരവധി സർക്കാർ ഓഫീസുകൾ, സർക്കാർ കെട്ടിടങ്ങളൊക്കെ തന്നെ BLA പിടിച്ചെടുത്ത് അവിടെയുള്ള ജീവനക്കാരെ ബന്ദികളാക്കി കഴിഞ്ഞിരിക്കുന്നു. ബലൂചിസ്ഥാന് സമീപമുള്ള പാകിസ്ഥാൻ സൈനിക ക്യാമ്പ് ആക്രമിച്ച് നിരവധി സൈനികരെ BLA വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ മാത്രമല്ല, പാകിസ്ഥാനിലെ സിന്ധു മേഖലയിലും വിഘടനവാദികൾ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സിന്ധു മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ നേരത്തെ തന്നെ പ്രദേശവാസികൾ വലിയ തോതിലുള്ള പ്രതിരോധം ആരംഭിച്ചിരുന്നു. നിരവധി വിഘടന സായുധ സംഘടനകളാണ് ഈ മേഖലകളിലുള്ളത്. ഇപ്പോൾ എല്ലാ സായുധ വിഘടന സംഘടനകളും ഒന്നു ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിമോചനം ആവശ്യപ്പെട്ടുള്ള വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നത്. സമാനമായ ചില നീക്കങ്ങൾ പഷ്തൂണുകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. നമുക്കറിയാം, ഖൈബർ പഷ്തൂൺ മേഖലയിൽ നിരവധി സംഘടനകൾ പാകിസ്ഥാന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം ഉടനടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ പാകിസ്ഥാനിലുള്ള ഈ സായുധ സംഘടനകൾ കൃത്യമായി അറിയാം. കാരണം ഇന്ത്യക്ക് മുന്നിൽ വളരെ നിഷ്പ്രഭമാണ് പാകിസ്ഥാന്റെ സൈന്യം. അതുമാത്രവുമല്ല, ആഭ്യന്തര കലാപത്താൽ കലുഷിതമാണ് പാകിസ്ഥാൻ സൈന്യം തന്നെ. ആവശ്യത്തിന് ആയുധങ്ങളില്ല. ആയുധങ്ങളാകട്ടെ കാലപ്പഴക്കം വന്നതാണ്. ആയുധങ്ങളില്ലെങ്കിലും ആയുധ ശേഖരമില്ലെങ്കിലും സൈനികരുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ, പക്ഷേ സൈന്യത്തിൽ പോലും കലാപമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് 5000-ഓളം സൈനികർ പാക് സേനയിൽ നിന്നും സ്വയം പിരിഞ്ഞു മാറിയത്. അതിൽ നിരവധി പേർ BLA ചേർന്നു, മറ്റു ചിലർ വിദേശത്തേക്ക് കടന്നു. അതുകൂടാതെ പാകിസ്ഥാൻ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ സംഘർഷമുണ്ട്. മുതിർന്ന കമാൻഡർമാരെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ബറ്റാലിയനുകളിൽ പോലും വലിയ പോരും വലിയ ആഭ്യന്തര കലാപവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് പാകിസ്ഥാൻ സേന. ആ പാകിസ്ഥാൻ സേനയാണ് 1,30,000-ഓളം വരുന്ന ഏറ്റവും സുസജ്ജമായ ഇന്ത്യയുടെ സേനാ വിഭാഗത്തിനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ പോകുന്നത്. ഇത് കൃത്യമായി നടക്കുകയില്ലെന്ന് പാകിസ്ഥാനുള്ളിലെ ഈ ആഭ്യന്തര സംഘർഷം നടത്തുന്ന ഈ സംഘടനകൾക്കറിയാം. അതുകൊണ്ട് ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ സേന വീക്കാവും, അവർ വളരെയധികം ദുർബലമാകും. ഈ ഘട്ടത്തിൽ ഇവിടെ സായുധ കലാപം നടത്തി ആ മേഖലകളെ മോചിപ്പിക്കുക. ബലൂചിസ്ഥാൻ ഏറെക്കുറെ മോചിപ്പിക്കപ്പെട്ട അവസ്ഥയാണ്. അധികം വൈകാതെ ഇപ്പോൾ നടക്കുന്ന ഈ BLAയുടെ മുന്നേറ്റം തുടരുകയാണെങ്കിൽ അധികം വൈകാതെ കത്വ മേഖലയടക്കം പരിപൂർണമായും BLA പിടിച്ചെടുക്കും. ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം അവർ പ്രഖ്യാപിക്കും. ബലൂചിസ്ഥാൻ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ സിന്ധു മേഖലയെ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ വിമത സംഘടനകളും ആ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇതിന് സമാനമാണ് ഖൈബർ പഷ്തൂൺ മേഖലയിൽ നടക്കുന്ന ഈ ആഭ്യന്തര വിമോചന സമരം. ബലൂജ് മേഖലയിൽ നടന്ന ഈ പോരാട്ടം അത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം തീവ്രമായ ഒരു ആക്രമണം BLA നടത്തുമെന്ന് പാകിസ്ഥാൻ സൈന്യം കരുതിയിരുന്നില്ല. പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നത് BLAയുടെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ സാമ്പത്തികവും സൈനികവുമായ സഹായം കൊണ്ടാണ് ഇപ്പോൾ ബലൂജ് മേഖലയിൽ BLA ഇത്തരം ആക്രമണം നടത്തുന്നത്. നേരത്തെ ഒരു മാസം മുൻപ് ബലൂജ് മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് കത്വയിൽ നിന്ന്
പെഷവാറിലേക്ക് പോയ ഒരു ട്രെയിൻ തന്നെ BL തട്ടിയെടുത്തിരുന്നു. ആ ട്രെയിനിലെ 100 കണക്കിന് പാക് സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിരവധി ആക്രമണങ്ങൾ പാക് സേന പലപ്പോഴും ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ കീഴടങ്ങുകയോ അല്ലെങ്കിൽ ഈ BLAയുടെ ആക്രമണത്തിൽ ജീവൻ ഭയന്ന് പിന്തിരിഞ്ഞോടുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ആ മേഖലയിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും പാക് സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ തോറ്റമ്പുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ഇറങ്ങിയ പാകിസ്ഥാന് സ്വന്തം ഓരോ ഭാഗങ്ങളായി ഓരോ മണിക്കൂറിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജില്ലകളും സ്വന്തം സംസ്ഥാനങ്ങളും കൈവിടുകയാണ്. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്തുകയാണ് പാകിസ്ഥാനിലെ സായുധ വിമോചന സംഘടനകൾ.